ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ളവര്, ഇന്ന് മെയ് മാസം 21-ാം തീയതി ബുധനാഴ്ച, തിരുസഭ മാതാവ് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെ. മുന്തിരിച്ചെടിയും ശാഖകളും എന്നതാണ് നമ്മുടെ ധ്യാന വിഷയം. ക്രിസ്തുനാഥൻ യഥാർത്ഥ മുന്തിരിച്ചെടിയും നമ്മൾ അതിലെ ശാഖകളുമാണ്. ഈ മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കുന്നത് പിതാവായ ദൈവവും. ഈ മുന്തിരിച്ചെടിയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ, അത് നമ്മൾ ക്രിസ്തുവുമായിട്ട് ഉള്ള സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു ഗ്രീക്ക് പദമാണ് മേനോ. എബൈഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൂടെ വസിക്കുക എന്നത് തന്നെ. 40 പ്രാവശ്യം ഈ സുവിശേഷത്തിൽ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള അതിഗാഢമായ ബന്ധവും അടുപ്പവുമാണ്. ഇസ്രായേൽ മണ്ണിൽ വളരെ സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് മുന്തിരിച്ചെടി. ഇസയാസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ ഭവനം കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമാണ്. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ കാട്ടുമുന്തിരി പുറപ്പെടുവിക്കുന്നു? ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം: തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്, പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിയായി തീർന്നു. മുന്തിരിച്ചെടിക്ക് വെട്ടിയൊരുക്കൽ അനിവാര്യമാണ്. ഏതു ഭാഗമാണ് മുന്തിരിച്ചെടിയിൽ വെട്ടിയൊരുക്കേണ്ടത്? ഒന്നാമതായിട്ട് ജീർണിച്ച ശാഖകളാണ് വെട്ടിയൊരുക്കേണ്ടത്. അതുകൊണ്ട് ഒരു ഉപകാരവും മുന്തിരിച്ചെടിക്ക് ഉണ്ടാകുന്നില്ല. വിശ്വാസം ക്ഷയിച്ച് നാം ജീർണാവസ്ഥയിൽ ആണെങ്കിൽ നാമും ഒരു വെട്ടിയൊരുക്കലിന് ഒരുങ്ങേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് മുന്തിരിച്ചെടിയിൽ വെട്ടിയൊരുക്കുന്നത് അതിൻ്റെ ഇലകളാണ്. ഇലകൾ പച്ചപ്പ് നിറഞ്ഞതും കാണാൻ ഭംഗിയുള്ളതുമാണ്. എങ്കിലും അവ കൊണ്ട് ഒരു ഗുണവും മുന്തിരിച്ചെടിക്ക് കിട്ടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ചില അഹങ്കാരത്തിൻ്റെ ഇലച്ചാർത്തുകളുണ്ട്. അവ കർത്താവിനാൽ അടർത്തി മാറ്റാൻ സമയമായി. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ എളിയ ദാസരായിത്തീരും. മൂന്നാമതായിട്ട് മുന്തിരിച്ചെടിയിൽ നിന്നും വെട്ടിമാറ്റുന്നത് ആവശ്യമില്ലാത്ത ശാഖകളും ഉപശാഖകളുമാണ്. മുന്തിരിച്ചെടിയുടെ ഊർജം മുഴുവൻ ഊറ്റിക്കുടിക്കുന്ന ചില ഉപശാഖകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇത്തരം ചില ഉപശാഖകളുണ്ട്. നമ്മുടെ സ്വാർത്ഥതയുടെ, തന്നിഷ്ട മനോഭാവത്തിൻ്റെ ഉപശാഖകൾ. ഈ ശാഖകൾ അടർത്തി മാറ്റാൻ സമയമായി. മുന്തിരിച്ചെടിയുടെ ഫലപുഷ്ടിക്കും ആരോഗ്യത്തിനും വെട്ടിയൊരുക്കൽ അനിവാര്യമാണ്. അങ്ങനെ സ്വയം വെട്ടിയൊരുക്കുവാൻ വിട്ടുകൊടുക്കുമ്പോൾ ക്രിസ്തുവാകുന്ന താഴ്ത്തണ്ടിനോട് ഒട്ടി നിൽക്കുന്നവരും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായും നമ്മൾ മാറും. എന്തു തരം ഫലങ്ങളാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്? റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം: നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്. ആമേൻ.